പാലാ നഗരസഭയിൽ ബുധനാഴ്ച ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് വിമത മുന്നണിയിൽ ഒരു ഭിന്നത വന്നിരിക്കുന്നത്. നിലവിലെ ഉപാധ്യക്ഷനായ രാഹുലിനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാൻ ഇടതുപക്ഷം തീരുമാനം സ്വീകരിച്ചതിനു പിന്നാലെ വിമതപക്ഷത്തുള്ള ലിസിക്കുട്ടി മാത്യു വീണ്ടും ചുവടുമാറ്റത്തിന് ഒരുങ്ങുന്നതായിട്ടുള്ള സൂചനകളാണ് വരുന്നത്. കോൺഗ്രസിൽ നിന്ന് നടപടി നേരിട്ട ബിജു മാത്യൂസും അധ്യക്ഷത്വ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി നിലപാടെടുത്തേക്കുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ കോട്ടയത്ത് നിന്ന് പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, നമുക്കറിയാം ബുധനാഴ്ചയാണ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ വിമത മുന്നണിയിലെ ഭിന്നത ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? തീർച്ചയായും ശ്രീജ, പാലായിൽ അവിശ്വാസ പ്രമേയം പാസ്സായതിനെ തുടർന്ന് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കുകയാണ്. അതിനുള്ള നീക്കങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ വിമതപക്ഷത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയായി നിലവിലെ ഉപാധ്യക്ഷ കൂടിയായ മായ രാഹുൽ വരികയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ലിസിക്കുട്ടി മാത്യു എന്ന കോൺഗ്രസ് വിമത ഇപ്പോൾ ഒരു വ്യത്യസ്ത ഒരു അഭിപ്രായവുമായി രംഗത്ത് വരുന്നത്. അവർ UDFനെ തന്നെ പിന്തുണയ്ക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇതൊന്നും ഈ പുതിയ നീക്കത്തെ ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് വിമതരും അതേപോലെ തന്നെ ഇടതുപക്ഷവും പറയുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും നടപടി നേരിട്ട കൗൺസിലറായ ടോണി തൈപ്പറമ്പിൽ നമ്മോടൊപ്പമുണ്ട്. ടോണി, ഇതിപ്പോൾ എങ്ങനെയാണ് മറ്റന്നാൾ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ഇനിയിപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? അതൊരു ആശങ്കയാകുണ്ടാക്കുന്നുണ്ടല്ലോ. ലിസിക്കുട്ടി മാത്യു UDFനൊപ്പം നിൽക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് യാതൊരു ആശങ്കയില്ല. ഞങ്ങളൊരു ഇത് ജനകീയമായ ഒരു പ്രശ്നത്തിലേക്കാണ് വന്നാണ് ഞങ്ങൾ ഇങ്ങനെ മാറി നിന്നത്. അപ്പോൾ ആ മാറി നിന്നപ്പം ഞങ്ങൾ പിന്തുണയ്ക്കാൻ നേരത്തെ തൊട്ട് മായ രാഹുലിനെ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. തൊട്ട് പുറകെ ലിസിക്കുട്ടിക്ക് ഒരു ടൈം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവരത് കടുംപിടുത്തം പിടിച്ച് എൻ്റെ വീട്ടിലും ബാക്കിയുള്ള കൗൺസിലർമാരുടെ കൂടെ വീടുകളിൽ ചെന്നിട്ട് പറഞ്ഞു അവർക്ക് ആദ്യത്തെ ടൈം വേണമെന്ന് പറഞ്ഞു. പക്ഷേ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അതുകൊണ്ട് അവരോട് പറഞ്ഞു രണ്ടാം ടൈം തരാമെന്ന് പറഞ്ഞു. പക്ഷേ അവരെന്തുകൊണ്ടോ നമ്മളോട് പോലും ആലോചിക്കാതെ ഒറ്റൊരു തീരുമാനം എടുത്തു. അവർ പിന്നെയും തിരിച്ചു പോകുകയെന്ന് പറഞ്ഞുകൊണ്ടൊരു ബൈറ്റുകൾ കൊടുത്തതായിട്ട് കണ്ടു. പക്ഷേ നിലവിൽ അവരെ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി അറിയത്തുള്ളൂ. ഇപ്പോൾ 4 പേരാണ് കോൺഗ്രസിൽ നിന്നും നടപടി നേരിട്ടിരിക്കുന്നത്. 4 കൗൺസിലർമാരാണ്. ബാക്കി 3 പേരും ഒന്നിച്ച് തന്നെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ 3 പേരും പിന്നെ സ്വതന്ത്ര കൗൺസിലറായ മായ രാഹുലും 4 പേരും ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇതൊരു നല്ല രീതിയിൽ വികസനവും കാഴ്ചപ്പാടുള്ള ഒരു ഭരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ആ ഭരണം മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോകാനുള്ള എല്ലാ കാഴ്ചപ്പാടിലും ഞങ്ങൾക്ക് ഇവിടെയുള്ള പാലാ നഗരസഭയിലുള്ള എല്ലാ ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. എല്ലാം റെഡിയാവും. ഈ മായ രാഹുൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഉപാധ്യക്ഷ സ്ഥാനത്തിൽ ഒരു ഒഴിവ് വരുന്നുണ്ട്. അതിലേക്ക് തെരഞ്ഞെടുപ്പ് പിന്നീട് പ്രഖ്യാപിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും അതിലൊരു ധാരണ എത്തരത്തിലാവും? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കൂട്ടായ്മ ഉള്ള ഒരു സേവ് കോൺഗ്രസ് പോലുള്ള ഒരു ഫോറമാണിത്. അപ്പോൾ ഞങ്ങളൊരു കോൺഗ്രസ്സുകാരായിരുന്നല്ലോ, ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് ഇപ്പോഴും, മനസ്സും കൊണ്ട് കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉള്ളിൽ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ അത് ഉചിതമായ ഒരു തീരുമാനം എല്ലാവരും കൂടെ ആലോചിച്ച ഒരു കൂട്ടായ തീരുമാനം ഞങ്ങൾ അറിയിക്കുന്നതാണ്. അത് പാലാ ജനങ്ങൾക്ക് പൊതുവികാരത്തിനനുസരിച്ചുള്ള ഒരു തീരുമാനമായിരിക്കും. ആ വികാരത്തിനൊപ്പം ഇവിടെയുള്ള ജനങ്ങൾ നിൽക്കുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായും ടോണി തൈപ്പറമ്പിൽ, കോൺഗ്രസ് കൗൺസിലറായ, കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ നടപടി നേരിട്ട് പുറത്തു നിൽക്കുന്ന ടോണി തൈപ്പറമ്പിലാണ് പറഞ്ഞത്. ഏതായാലും മറ്റന്നാൾ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൽ ആശങ്കയൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം 12 പേര് ഇടതുപക്ഷത്തിനുണ്ട്. 5 പേരായിരുന്നു UDFിൽ നിന്നും അവിശ്വാസത്തെ പിന്തുണച്ചത്. അതിൽ ഒരാൾ പോയാലും ബാക്കി 4 പേരും കൂടിയുണ്ട്. ആകെ 26 അംഗ ഭരണസമിതിയാണ്. അപ്പോൾ 16 പേരുടെ വോട്ടോടുകൂടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മായ രാഹുൽ തന്നെ എത്തുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന ഒഴിവിലേക്ക് ടോണി തൈപ്പറമ്പിൽ, ബിജു മാത്യൂസ് എന്നിവരുടെ പേരുകളാണ് പരിഗണിച്ചിരുന്നത്. ഇതിലൊരു തർക്കം നിലനിന്നിരുന്നതായി പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ തർക്കങ്ങളൊക്കെ പരിഹരിച്ചു എന്നാണ് ഇപ്പോൾ ടോണി തൈപ്പറമ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മറ്റന്നാൾ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഏതായാലും എന്തൊക്കെയായിരിക്കും അന്ന് സംഭവിക്കുക എന്നുള്ളത് ഇനി നേരിട്ട് തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശ്രീജ.